അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം എടുക്കാനായിട്ട്. അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിന്റെ തണുപ്പെല്ലാം മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് മാത്രമേ ഈ കോഴിമുട്ട എടുക്കാവൂ. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിനനുസരിച്ചായിരിക്കണം ബാക്കിയെല്ലാം നമ്മൾ അളന്നെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ ആ വാനിലയുടെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ ബട്ടർ എസൻസോ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ എസൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. കുട്ടികളെല്ലാം ഉള്ള വീടുകളിൽ സാധാരണ വാനില എസൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതാ എടുത്തിട്ടുള്ളത്. സാധാരണ മണമുള്ള വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. എന്നാൽ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഫാം ഓയിലോ അപ്പൊ അങ്ങനത്തെ ഏത് എണ്ണ വേണമെങ്കിലും ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു കിട്ടുന്നതുവരെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ മുട്ടയും എണ്ണയും പഞ്ചസാരയും കൂടി ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ക്രീം പരുവത്തിന് നല്ല കുറുകി ഇരിപ്പുണ്ട്. ഒരു 2 മിനിറ്റെങ്കിലും അടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ ഇങ്ങനെ നല്ലോണം കുറുകി നല്ലോണം കിട്ടുകയുള്ളൂ. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയുടെ ഒരു തരി പോലും ഇല്ല. ഇനി ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് വേണം ബേക്കിംഗ് പൗഡർ എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് കുത്തി നിറച്ച് ബേക്കിംഗ് പൗഡർ എടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പത്തിനൊക്കെ എടുക്കുന്ന സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അതും കുത്തി നിറച്ചെടുക്കരുത്, ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴും കൂടി പോകരുത്, 2 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പതാ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചെടുത്ത മാവ് നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സിലേക്ക് പകുതി ആദ്യം ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇടരുത്, പകുതി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പകുതിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ രീതിയിൽ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുമിച്ച് മാവ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പോലെ അവിടെ കിടക്കും. നല്ലോണം പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടില്ല. കണ്ടല്ല, പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ബാക്കി മാവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഇതിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളെടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ
പാൽ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ പാല് വേണം എടുക്കാനായിട്ട്. ചൂടുള്ള പാൽ എടുക്കരുത്, അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള പാലും എടുക്കരുത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാനിരിക്കുന്നത്, ബാക്കി പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഫുള്ളായിട്ട് ഞാൻ 1/4 കപ്പ് പാല് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മെല്ലെ വേണം ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്ന് പകുതി ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് പകുതി ബാറ്റർ ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇപ്പൊ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇഡ്ഡലി തട്ടിലാണ്. അപ്പൊ ഇഡ്ഡലി തട്ടിന്റെ എല്ലാ കുഴികളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ മൈദ തട്ടിക്കുടഞ്ഞോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ജസ്റ്റ് ഒന്ന് എല്ലാ കുഴികളിലും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കുഴികളിലും നമ്മൾ മാറ്റി വെച്ച വാനിലയുടെ ബാറ്ററില്ലേ, അത് ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഒരു സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂൺ വീതം നമ്മുടെ ചോക്ലേറ്റിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം ഇതിന്റെ നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ഇതിന്റെ മുകളിലായിട്ട് വാനിലയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ആദ്യം മാത്രമേ നമ്മൾ 1 ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ചോക്ലേറ്റിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിന്റെ പുറത്ത് വീണ്ടും വാനിലയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതിന്റെ മുകളിൽ 1/4 ടീസ്പൂൺ ചോക്ലേറ്റിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കണ്ട. അപ്പൊ ആ കുഴിയുടെ 1/4 ഭാഗത്തോളം ഒഴിക്കാം. ഇപ്പൊ കേക്കിന്റെ ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വാനിലയുടെയും ചോക്ലേറ്റിന്റെയും ഇതുപോലെ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കുഴികളുടെയും 1/4 ഭാഗത്തോളം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. എന്നാൽ പിന്നെ ഈ കേക്ക് ബേക്കായി അങ്ങ് പൊങ്ങി വല്ലാണ്ടായി പോവും. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിനൊരു ഡിസൈൻ കൊടുക്കാം. ബാറ്ററിന്റെ താഴെ അറ്റത്തോളം ടൂത്ത് പിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ 4 വര ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് 4 വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെന്ററിൽ നിന്നും ഇങ്ങോട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പൊ ടൂത്ത് പിക്കിന് മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പം താഴ്ഭാഗം അറ്റത്തോളം ടൂത്ത് പിക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം.
ഇപ്പൊ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിൽ കൊണ്ടിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ മറ്റൊരു തട്ടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ 2 തട്ടും ഒരുമിച്ചാണ് ഞാൻ ഇഡ്ഡലി ചെമ്പില് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പൊ ഇഡ്ഡലി ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇപ്പൊ നല്ല ചൂടാണ്. ഇനി ചൂടായി കിടക്കുന്ന ഈ ഇഡ്ഡലി ചെമ്പില് 2 തട്ടും ഒന്ന് വെച്ചു കൊടുക്കാം. ഇപ്പൊ 2 തട്ടും ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് സംശയം ഉണ്ടാവും 2 തട്ടും ബേക്കായി കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ സംശയമുള്ളവർക്ക് ഒരു തട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് അടുത്ത തട്ട് വെച്ചു കൊടുത്താലും മതി. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ തട്ട് വീതം ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പൊ 2 തട്ട് ഒരുമിച്ചും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചിലർക്ക് സംശയം ഉണ്ടാവും 2 തട്ടിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി പോലെയല്ലേ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും മതി. ഇപ്പൊ 2ഉം ഞാൻ ബേക്ക് ചെയ്തെടുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ബേക്കായി വരട്ടെ. ഇപ്പൊ നമ്മള് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇതിന്റെ സെന്ററിലായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഫുള്ളായിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ടൂത്ത് പിക്ക് മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതാ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 2-3 മിനിറ്റും കൂടി മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. ഇപ്പൊ ഇഡ്ഡലി ചെമ്പ് ചൂടാണ്. ഇഡ്ഡലി ചെമ്പിൽ നിന്നും ഈ തട്ട് പുറത്തെടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. രണ്ടാമത്തതും ഇതായിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ 2 തട്ടും നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പൊ ഈ കേക്കിന്റെ ചൂടെല്ലാം എന്താ മാറിയിട്ടുണ്ട്. ഇനി ഓരോ കുഴികളിൽ നിന്നും കേക്ക് ഇളക്കി മാറ്റാം. ഒരു സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി മാറ്റാം. അതാ കേക്ക് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് കേക്ക്. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടിൽ വെച്ച് മാർബിൾ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാ കുഴികളിൽ നിന്നും കേക്ക് ഇളക്കി മാറ്റാം. ഇഡ്ഡലി തട്ടിലെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല പഞ്ഞ് പോലെ ഇതായിരിപ്പുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ അതുപോലെ തന്നെ വലിയ കടായോ പാത്രങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പൊ ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇഡ്ഡലി തട്ടില് ഇതുപോലെ കേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്